ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം ശക്തി പരാശക്തി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് ശിവപുരാണത്തിൽ വായിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗം 49 ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ്. നരകത്തിൽ വീഴുന്ന പാപങ്ങളുടെ വിവരണം, അതാണ് ഇന്നത്തെ ഈ ഭാഗത്തിൽ പറയാനുള്ളത്. ഓം നമഃ ശിവായ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനേ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യജ്ഞൽ സകലം പരസ്മൈ തസ്മൈ ശ്രീ മഹാദേവായ സമർപ്പയാമി. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിദിതമവിവിധം വാ സർവമേതൽക്ഷമസ്വ. ജയ ജയ കരുണാജേ ശ്രീ മഹാദേവ ശംഭോ. ശംഭോ മഹാദേവ. അപ്പൊ നമുക്ക് ഭാഗം 49 നരകത്തിൽ വീഴുന്ന പാപങ്ങളുടെ വിവരണം എന്നുള്ള ഭാഗമാണ്. അത് ഞാൻ വായിക്കാട്ടോ. മാനസിക പാപങ്ങൾ, വാചിക പാപങ്ങൾ തുടങ്ങിയ അനേകം പാപങ്ങളുണ്ട്. വിസ്താര ഭയത്താൽ അവ ചുരുക്കി പറയാം. അന്യനാരിയെ പ്രാപിക്കണമെന്ന വിചാരം, അന്യന്റെ ധനം കൈവശപ്പെടുത്തുവാനുള്ള ആഗ്രഹം, മനസ്സുകൊണ്ടുള്ള ദുർവിചാരങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ദുരാഗ്രഹം തുടങ്ങിയവ മാനസികമായ പാപകർമ്മങ്ങളാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള പാപകർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അന്യരായിട്ടുള്ള അന്യനാരിയെ, അതായത് മറ്റൊരാളുടെ ഭാര്യയെ പ്രാപിക്കാനുള്ള വിചാരം, അതുപോലെ അന്യന്റെ ധനം കൈവശപ്പെടുത്തുവാനുള്ള ആഗ്രഹം, അതുപോലെ മനസ്സുകൊണ്ടുള്ള ദുർവിചാരങ്ങൾ. പലതരത്തിലുള്ള ദുർവിചാരങ്ങൾ മനസ്സിലുണ്ടാവാറില്ലേ? അപ്പൊ അങ്ങനെ മനസ്സുകൊണ്ടുള്ള ദുർവിചാരങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ദുരാഗ്രഹം തുടങ്ങിയവയാണ് മാനസികമായിട്ടുള്ള പാപകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് യോഗ്യമല്ലാത്ത സംസാരം, അസത്യ ഭാഷണം, അനിഷ്ടം പറയൽ, വഞ്ചന, ഇവ 4 വാചികമായ പാപകർമ്മങ്ങളാണ്. അപ്പം അടുത്ത എന്തൊക്കെയാണ്? ദുരാഗ്രഹം, അതുപോലെ എന്താണ്? യോഗ്യമില്ലാത്ത സംസാരം, അസത്യ ഭാഷണം, അനിഷ്ടം പറയൽ, വഞ്ചന, ഇവയൊക്കെയാണ് വാചികമായിട്ടുള്ള പാപകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷ്യയോഗമല്ലാത്തത് ഭക്ഷിക്കുക, ജീവികളെ ഹിംസിക്കുക, നിഷ്പ്രയോജനമായ പ്രവർത്തികൾ ചെയ്യുക, അന്യന്റെ ധനം തട്ടിയെടുക്കുക എന്നീ 4 ശാരീരിക പാപമാണ്. അപ്പോ ശാരീരികമായിട്ടുള്ള പാപങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യയോഗമല്ലാത്തത് ഭക്ഷിക്കുക, അതായത് നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഭക്ഷണക്രമം, ഭക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളൊക്കെയാണ്. നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആഹാരം മാത്രമാണ് ഭക്ഷിക്കേണ്ടത്. അതാണ് ഒരു മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അല്ലാതെയുള്ള ഈ സിംഹം, കടുവയൊക്കെ പോലുള്ള മൃഗങ്ങൾക്കാണ് അങ്ങനെയുള്ള മാംസം ഭക്ഷിക്കാനുള്ള ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മനുഷ്യർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം ഭക്ഷിക്കാനുള്ള ഒരിതും ഭഗവാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വന്ന് പോകെ മനുഷ്യർ മാംസമൊക്കെ ഭക്ഷിക്കുന്നു അല്ലേ? അപ്പം നമുക്ക് മാംസം ഭക്ഷിച്ചുകൂടാത്തതാണ്. അതുകൊണ്ട് ഭക്ഷ്യയോഗമല്ലാത്തത് ഭക്ഷിക്കുക എന്നുള്ളതും തെറ്റ് തന്നെയാണ്. എന്താണ്? സാത്വികമായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ് തന്നെ കഴിക്കണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പക്ഷെ ഇപ്പൊ എന്റെ വീട്ടുകാർ പോലും ചിലപ്പോൾ പറഞ്ഞാൽ അവരതിൽ നിന്ന് മാറത്തില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അതും പോരാഞ്ഞിട്ട് അത് ഒരു ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് ഡെയിലി കഴിക്കുന്നവരുണ്ട്. അത് മഹാപാപമാണ്. മനസ്സിലായി? അപ്പം ഒരു പാപമല്ലേ അതൊരു? കാരണം വെച്ചാൽ ഒരു ജീവിനെ നമ്മൾ വധിച്ചിട്ട്, ഒരു ജീവിനെ
ഒരിക്കലും കൊന്നു എന്ന് പറഞ്ഞ് അത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പാപം മാറണമെന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് ഇവർക്ക് വീണ്ടും വീണ്ടും ഈ ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് ഇതിന്റെയൊക്കെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും വന്ന് ജനിക്കേണ്ടി വരുന്നത് ഭൂമിയിൽ. മനസ്സിലായോ? തന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ലോകത്തേക്ക് തിരിച്ചു പോവാൻ സമ്മതിക്കാതിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഭക്ഷ്യയോഗമല്ലാത്തത് ഭക്ഷിക്കുക, ജീവികളെ ഹിംസിക്കുക. അതേപോലെ നമ്മൾ ഈ കോഴിയെയും പോത്തിനെ ആടിനെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരും കൊല്ലൂലേ, അപ്പൊ അത് പെടയുന്നില്ലേ, അതിന് വേദന എടുക്കുന്നില്ലേ? അപ്പൊ അതും അങ്ങനെ ജീവികളെ ഹിംസിക്കുന്നത്, ജീവികളെ കൊല്ലുന്നതും അതും തെറ്റ് തന്നെയാണ്. നിഷ്പ്രയോജമായ പ്രവർത്തികൾ ചെയ്യുക, അന്യന്റെ ധനം തട്ടിയെടുക്കുക. അതായത് നിഷ്പ്രയോജമായിട്ടുള്ള ഓരോ പ്രവർത്തികൾ, പലതരത്തിലുള്ള തെറ്റായ പ്രവർത്തികളും ചെയ്യാറുണ്ടല്ലേ, അങ്ങനെയുള്ള തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്നതും തെറ്റാണ്. അതുപോലെ അന്യന്റെ ധനം തട്ടിയെടുക്കുന്നത് അല്ലെ, ഒരാളെ ചതിച്ചുകൊണ്ട് അയാളുടെ വസ്തുവകകളോ അല്ലെങ്കിൽ അയാളുടെ ധനമോ തട്ടിയെടുക്കുന്നതും പാപമാണ്. മനസ്സ്, വാക്ക്, ശരീരം എന്നീ ത്രികരണങ്ങളാൽ ചെയ്യപ്പെടുന്നവയാണ് ഈ പറഞ്ഞ 12 വിധം കർമ്മങ്ങൾ. അപ്പം മനസ്സ്, വാക്ക്, ശരീരം എന്നീ ത്രികരണങ്ങളാൽ ചെയ്യപ്പെടുന്നതാണ് ഈ പറഞ്ഞ 12 വിധത്തിലുള്ള പാപകർമ്മങ്ങൾ എന്ന് പറയുന്നത്. സംസാര സമുദ്രം തരണം ചെയ്യാൻ ജീവികളെ സഹായിക്കുന്ന മഹാദേവനോട് ദേഷ്യം ചെയ്യുന്നവരെല്ലാം നരകത്തിലെ ഘോര സമുദ്രത്തിൽ പതിക്കുന്നതാണ്. അപ്പം സംസാര സാഗരം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? മഹാദേവനാണ്. അങ്ങനെയുള്ള മഹാദേവനോട് എന്താ ചെയ്യുന്ന? ദ്വേഷം ചെയ്യുന്നവരെല്ലാം തന്നെ എന്താണ്? നരകത്തിലെ ഘോര സമുദ്രത്തില് പതിക്കുന്നതാണ്. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, ചിലർ പല ഇത് എടുത്തിട്ട് ഓരോ കാസ്റ്റുകൾ വന്നിട്ട് അവര് ഈഴവാസ് വന്നിട്ട് ശിവനെയാണ്, നായർ വന്നിട്ട് വിഷ്ണുവിനെ, അങ്ങനെ പല രീതിയിൽ പലതരത്തിൽ അവർ തിരിക്കുന്നുണ്ടല്ലോ ഹിന്ദുസിൽ. പക്ഷെ ഈ പറയുന്ന ഇപ്പം ഓരോ ജാതിയിലായാലും മതത്തിലായാലും അവർ ആ ഒരു ഇത് പറയുന്നുണ്ട്, ഞങ്ങൾ വലിയ ശിവഭക്തരാണ്, ഞങ്ങൾ വലിയ ദേവി ഭക്തരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ വിഷ്ണു ഭക്തരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തിയും അവരുടെ ചിന്തയും അവരുടെ തോട്ടും അവരുടെ വിചാരങ്ങളും ഒക്കെ എന്താണ്? നെഗറ്റീവ്സ് ആണ്. ഇപ്പം മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താണ്? ഭഗവാൻ തന്റെ സതീദേവി മരണപ്പെട്ടപ്പോ സതീദേവിയുടെ ശരീരം എടുത്തുകൊണ്ട് അലറിക്കൊണ്ടാണ് വിളിച്ചു നടന്നത്. കാരണം ഭാര്യയോട് അത്രയും, ആ പത്നിയോട് അത്രയും സ്നേഹമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആർക്കാണ്, ഏത് ഭർത്താവിനാണ് അങ്ങനെ ഭാര്യയോട് അത്രയും അധികം സ്നേഹമുള്ളത്? ആരും തന്നെ ഇല്ല അല്ലേ. അപ്പൊ മഹാദേവ ഭക്തനാണെന്ന് പറഞ്ഞത് കൊണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ മഹാദേവന്റെ കുറച്ചെങ്കിലും ക്വാളിറ്റീസ് ആ വ്യക്തിക്ക് ഉണ്ടാവണം അല്ലെ. അതുപോലെ തന്നെ തിരിച്ചും പാർവതി ദേവി മഹാദേവനെ കിട്ടാൻ വേണ്ടിയിട്ട് തപസ്സിരുന്നു, കഠിനമായിട്ടുള്ള തപസ്സിരുന്നു. ഒരു ഇല മാത്രം ഭക്ഷിച്ചുകൊണ്ട് ദേവി എത്രയോ വർഷങ്ങൾ കഠിനമായിട്ടുള്ള ജന്മം എടുത്തു വന്നിട്ട് മഹാദേവനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ദേവി തപസ്സിരുന്നത്. അപ്പൊ അത്രയും ഭർത്താവിനോട് അത്രയും, ആ പതിയോട് അത്രയും സ്നേഹം പാർവതി ദേവിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പാതിവൃത്യം സൂക്ഷിക്കുന്ന ദേവിയായിരുന്നു പാർവതി ദേവി. അപ്പൊ ആ ക്വാളിറ്റി ഉള്ള ആരാണുള്ളത് അല്ലേ? അപ്പം ദേവി ഭക്തരാണെന്ന് പറയുന്നവർക്ക് ആ ക്വാളിറ്റി ഉണ്ടോ? ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ആ ക്വാളിറ്റി ഉണ്ടെന്ന് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറച്ച്, ദേവിയുടെ അത്രയും ക്വാളിറ്റി ഒന്നുമില്ലെങ്കിലും കുറച്ചെങ്കിലും ക്വാളിറ്റി വരാനെങ്കിലും നോക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ആ മനോഭാവം ഉണ്ടാവുക എന്നുള്ളത്, നമ്മുടെ എന്താ ഭാര്യയോടായാലും ഭർത്താവിനോടായാലും ആ ഒരു രീതിയിലുള്ള ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസിന്റെ ആയാലും ശരി തന്നെ, ഏത് ഇതില മറ്റുള്ള മതത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദുസിൽ തന്നെ പല രീതിയിലുള്ള ക്രൂവൽറ്റി കൂടുതലായിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ. എല്ലാവരും കൊള്ളാത്തവരാണെന്ന് പറയുന്നില്ല, പക്ഷെ മിക്കയിടത്തും ആ വൈഫിനെ ഒരുപാട് മദ്യപിച്ചിട്ടൊന്ന് ഉപദ്രവിക്കുന്നവരുണ്ട്, വൈഫിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്നവരുണ്ട്. അതുപോലെ തന്നെ തിരിച്ചുണ്ടല്ലേ. അപ്പൊ ആ ദേഷ്യം, ആ ക്രോധം അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അല്ലെങ്കിൽ മനസ്സിൽ ആ വിദ്വേഷം, ഭാര്യയോട് ആ വിദ്വേഷം കാണിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിനോട് ആ വിദ്വേഷം, അങ്ങനെയുള്ളവരുണ്ട്. ക്ഷമ എന്ന് പറയുന്ന ഒരു ഇത് നിഘണ്ടുവിൽ ഇല്ലാത്ത വ്യക്തികൾ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആ ക്ഷമയില്ല, സ്നേഹമില്ല, അതൊക്കെയാണ് നമ്മൾ മറ്റു മതസ്ഥരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി അവരിൽ നിന്ന് കുറേ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം വെച്ചാൽ അവരൊരുപാട് അവർക്ക് അതിൻ്റെതായ ചിട്ടയിലൂടെയാണ് അവർ വളർന്നു വരുന്നത്.
മനസ്സിലായോ? പക്ഷെ നമ്മുടെ ഹിന്ദുസിന്റെ എടുക്കുകയാണെങ്കിൽ അവര് എല്ലാവരും അമ്പലത്തിൽ പോലും പോകുന്നവരില്ല, ചുരുക്കമായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ആ ക്വാളിറ്റീസ് ഒക്കെ അവരുടെ ആ മനസ്സിലുള്ള ആ നന്മ, സ്നേഹം, കരുണ, എന്തോ പരസ്പരം സ്നേഹിച്ചു പോകാനുള്ള ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാന്നുള്ള നമുക്ക് അറിയാൻ കഴിയില്ല. നമുക്കിപ്പോ എന്റെ തന്നെ അനുഭവം ഞാൻ പറയും. പക്ഷെ നമുക്ക് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പ്രണയിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിക്കുമ്പോൾ അയാൾ നമ്മളുടെ അടുത്ത് ആ സമയത്ത് നല്ല രീതിയിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അറിയില്ല അയാൾ ക്രൂവലായിട്ട് വിവാഹം കഴിച്ചുകൊണ്ട് പോയതിനു ശേഷം ആയിരിക്കും അറിയാൻ പറ്റുന്നത് അയാൾ ക്രൂവലായിട്ടുള്ള ആളാണ്, അയാൾ ഒരു എന്താ പറയാ മയക്കുമരുന്നൊക്കെ കഴിക്കുന്ന ആളായിരുന്നു എന്ന്. പക്ഷെ ഈ പരിസരത്തുള്ളവരെല്ലാം നോക്കുമ്പോൾ അവരൊന്നും പറയില്ല, നമ്മൾ ചെന്ന് അന്വേഷിക്കുമ്പോഴും പറയാം. അപ്പൊ അതൊക്കെയാണ് ഈ വിസ്മയുടെ കേസിലായാലും അങ്ങനെ പല ഒരുപാട് കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും ക്രൂവലായിരിക്കും അവര്. പക്ഷെ കാണുമ്പോ നമുക്ക് പുറമേ കാണുമ്പോ ഇവരെ നമുക്ക് അറിയാൻ കഴിയില്ല. മനസ്സിലായോ? ഇവരെങ്ങനെയുള്ളവരാണ്, ഇവര് നല്ലവരാണോ കൊള്ളാത്തവരാണോ എന്നൊന്നും നമുക്കറിയാം. നമ്മൾ ചെന്ന് പെട്ട് കഴിയുമ്പോഴാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒരുപാട് പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി വിവാഹം കഴിക്കാൻ ഭയപ്പെടുന്നതാണ്. കാരണം നമുക്ക് അറിയാൻ കഴിയില്ല ആരാണ്. ഇപ്പം ഈവൻ ഈ ഇടയ്ക്ക് ഐശ്വര്യലക്ഷ്മി എന്ന് പറഞ്ഞൊരു സിനിമാ താരം പോലും പറഞ്ഞു തനിക്ക് വിവാഹം വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയപ്പോൾ ആർക്കായാലും ഭയമാണ്. മനസ്സിലായോ? അപ്പൊ ആ മഹാദേവ ഭക്തരാണ് അല്ലെങ്കിൽ നമ്മള് ആര്യന്മാരാണ് അല്ലെങ്കിൽ ഹിന്ദു ഇതിൽ വരുന്നവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ക്വാളിറ്റി നമ്മുടെ മനസ്സിലുണ്ട്, ആ സ്നേഹം, വൈഫിനെ സ്നേഹിക്കാനുള്ള ഒരു ഇത്, അതുപോലെ തന്നെ തിരിച്ച് വൈഫായാലും ഹസ്ബൻഡിനോടുള്ള സ്നേഹം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉമാ മഹേശ്വര ഭക്തരാണ് അല്ലെങ്കിൽ ദേവി ഭക്തരാണ്, ലക്ഷ്മി നാരായണ ഭക്തരാണ്, മഹാദേവ ഭക്തരാണ് എന്നൊക്കെ നമുക്ക് എങ്കിൽ മാത്രമല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈവൻ ഹസ്ബൻഡ് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ നമുക്ക് വൈഫ് കുറച്ചൊന്ന് ഒന്ന് മാറിപ്പോവുക അവിടെ നിന്ന്, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഒരുപാട് ഉപദ്രവിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെ? ഒരുപാട് നമ്മളോട് ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ ഒരുപാട് നമ്മൾ സഹിക്കാവുന്നതിനൊരു ഒരു പരിധി കാണും അല്ലെ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയുന്നത് വെച്ചാൽ എല്ലാവരും നല്ലൊരു എന്താ പറയാ നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ നോക്കുക. ഒരു എന്താ പറയാ മറ്റുള്ളവരെയും കണ്ട് പഠിക്കുക, അതാണ് അവരുടെ വിജയം. അതാണ് കാരണം അവരുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല, അവർക്ക് പരസ്പരം സ്നേഹമുണ്ട്, അവരെത്ര ഇതാണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അവർക്ക് സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇത് തന്നെയാണ് നമ്മളും കൊണ്ടുവരേണ്ടത് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ഹിന്ദുസ് ഈഴവാസായാലും അതല്ല നായരായാലും ബ്രാഹ്മിൻസ് ആയാലും മറ്റുള്ള ഏത് ഏത് ജാതിയിലുള്ളവരായാലും ഹിന്ദുക്കളിൽ തന്നെ പല വർഗത്തില് പല രീതിയിലുള്ളവരുണ്ട്. താഴേക്കിടയിൽ കിടക്കുന്നവരായാലും ഉയർന്ന തലത്തിലുള്ളവരായാലും മധ്യഭാഗത്ത് നിൽക്കുന്നവരായാലും ആരായാലും ശരി തന്നെ അവരുടെ കുടുംബത്തിൽ ആ ഒരു ഐക്യവും സ്നേഹവും സമാധാനവും കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്നേഹവും സമാധാനവും ഐക്യവും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വേറെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ അതാണ് ആദ്യമേ കൊണ്ടുവരേണ്ടത്, അതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത്. പരമ്പൊരുളായ ഭഗവാൻ ശിവന്റെ ജ്ഞാനം ഉപദേശിക്കുന്ന തപസിയെയും ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയും നിന്ദിക്കുന്ന അഹങ്കാരികൾ നഗരസമുദ്രത്തിൽ വീഴുന്നു. ബ്രഹ്മഹത്യ ചെയ്യുന്നവൻ, മദ്യപാനി, കനകചോരൻ, ഗുരുപത്നിയെ പ്രാപിക്കുന്നവൻ എന്നിവരുമായി സമ്പർക്കം പുലർത്തുന്ന 5ാം തരക്കാരനായ പാപിയും ഇവരെല്ലാം തന്നെ മഹാപാപികളാണെന്ന് യോഗികൾ പറഞ്ഞിരിക്കുന്നു. കോപം കൊണ്ടോ ലോഭം കൊണ്ടോ ദോഷം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ബ്രാഹ്മണനെ വധിക്കുന്നവൻ ബ്രഹ്മഹത്യക്കാരനായി ഗണിക്കപ്പെടുന്നു. ബ്രാഹ്മണനെ ക്ഷണിച്ചു വരുത്തി എന്തെങ്കിലും കൊടുത്തുവിട്ട് പിന്നീട് ഒരിക്കൽ തിരികെ വാങ്ങുന്നവൻ, നിർദോഷിയെ കുറ്റപ്പെടുത്തുന്നവൻ തുടങ്ങിയവരും ബ്രഹ്മഹത്യാ പാപം ചെയ്തവരായി കരുതപ്പെടുന്നു. വലിയ സദസ്സിൽ ഉദാസീനനായി ഇരുന്ന് ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ തന്റെ ജ്ഞാനത്തിന്റെ അഹങ്കാരത്താൽ അപമാനിച്ച് നിസ്തേജരാക്കുന്നവനെയും ബ്രഹ്മഹത്യക്കാരനായിട്ടാണ് ഗണിക്കുന്നത്. അന്യന്റെ യഥാർത്ഥ ഗുണങ്ങളെ ബലാൽ ഖണ്ഡിക്കുന്നവനും നിശ്ചയമായും ബ്രഹ്മഹത്യക്കാരനാണ്. ഇണചേരുന്ന പശുക്കളെയും ഗുരുപദേശം സ്വീകരിക്കുന്ന ദ്വിജന്മാരെയും വിഘ്നപ്പെടുത്തുന്നവനെ ബ്രഹ്മഹത്യക്കാരനായി കരുതുന്നു. ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും പശുക്കളുടെയും ഉപയോഗത്തിന് കൊടുത്തിട്ടുള്ള ഭൂമി തട്ടിയെടുക്കുന്നവനും ബ്രഹ്മഹത്യാ പാപം ചെയ്തവൻ തന്നെ. ദേവസ്വവും ബ്രഹ്മസ്വവും കവർന്നെടുക്കുകയും അന്യായമായി ധനം സമ്പാദിക്കുകയും ചെയ്യുന്നവൻ ബ്രഹ്മഹത്യയ്ക്ക് തുല്യമായ പാപം ചെയ്തവനാണെന്ന് ധരിക്കണം.
ഏതെങ്കിലും വ്രതമോ യജ്ഞമോ അനുഷ്ഠാനമോ പഠിച്ചിട്ട് അതിനെ നിരസിക്കുന്നവനും പഞ്ചമഹായജ്ഞം അനുഷ്ഠിക്കാത്തവനും മദ്യപാനിക്ക് തുല്യം പാപിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുക, കള്ളസാക്ഷി പറയുക, ബ്രാഹ്മണരുമായി കള്ളമായി തർക്കിക്കുക, ശിവഭക്തരെ പ്രേരിപ്പിച്ച് മാംസം കഴിപ്പിക്കുക, അഭക്ഷ്യ വസ്തു ഭക്ഷിക്കുക തുടങ്ങിയവയും ബ്രഹ്മഹത്യയ്ക്ക് തുല്യമായ പാപം തന്നെയാണ്. സജ്ജനങ്ങൾ ബ്രാഹ്മണന്റെ ധനം ഉപേക്ഷിക്കണം. അത് സ്വീകരിക്കുന്നവൻ ധാർമ്മിക കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് മഹാപാപമാണ്. ഗോമാതാക്കൾ സഞ്ചരിക്കുന്ന മാർഗത്തിലും ഗ്രാമത്തിലും തീ വെക്കുന്നവനും ബ്രഹ്മഹത്യ തന്നെയാണ് ചെയ്യുന്നത്. ബ്രാഹ്മണന്റെ ധനം അധികാര ഗർവ് കൊണ്ട് അപഹരിക്കുക, പിതൃസ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ വഞ്ചനയും കൃത്രിമവും കാണിക്കുക, അജ്ഞത പരത്തുക, നന്ദികേട് കാണിക്കുക, വിഷയാസക്തനായിരിക്കുക, സജ്ജനങ്ങളെ ദ്വേഷിക്കുക, പരസ്ത്രീയെ പ്രാപിക്കുക, കന്യകകളെ കളങ്കപ്പെടുത്തുക, യജ്ഞം, ഉദ്യാനം, സരോവരം, സ്ത്രീ പുരുഷന്മാരുടെ കച്ചവടം, തീർത്ഥയാത്ര, ഉപവാസം, വ്രതം, ഉപനയനം മുതലായവയ്ക്ക് വേതനം കൈപ്പറ്റുക, സ്ത്രീയുടെ ധനം കൊണ്ട് ജീവിക്കുക, സ്ത്രീകളുടെ അടിമയായിരിക്കുക, സ്ത്രീകളെ അവഹേളിക്കുക, വഞ്ചനയോടെ അന്യ സ്ത്രീകളെ സേവിക്കുക, ബ്രഹ്മചര്യാദി വ്രതങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക, അന്യന്റെ ആചാരങ്ങൾ സ്വീകരിക്കുക, ദേവന്മാർ, അഗ്നി, ഗുരു, സന്യാസി തുടങ്ങിയവരെ നിന്ദിക്കുക, പിതൃയജ്ഞവും ദേവയജ്ഞവും ഉപേക്ഷിക്കുക, സ്വകർമ്മങ്ങൾ വെടിയുക, ദുസ്വഭാവങ്ങൾ അനുകരിക്കുക, നിരീശ്വരവാദിയാകുക, പാപകർമ്മങ്ങളിൽ പങ്കാളിയാകുക തുടങ്ങിയ പുരുഷന്മാരെ ഉപപാതകികളായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് ഉപപാതകികളായി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം ചില കന്യകമാരെ നശിപ്പിക്കുന്ന അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഇതുണ്ട്. അതെന്ന് പറയുന്നത് കൊടിയ പാപമാണ്, ബ്രഹ്മഹത്യാദി പാപമാണ് അതൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം പലരും പല രീതിയിലുള്ള പല സംഭവങ്ങളാണല്ലേ, പല തരത്തിലുള്ള തെറ്റുകളാണല്ലേ ഇപ്പൊ നടക്കുന്നത്. പണ്ടത്തെ കാലത്തൊന്നും ഇത്രയധികം തെറ്റുകളില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ തരത്തിലും ആരും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ ചിലപ്പം ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നത്, നമുക്ക് അറിയാൻ കഴിയില്ല അവർ നല്ലവരാണോ കൊള്ളാത്തവരാണോ. അപ്പൊ ആരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പാപങ്ങളെല്ലാം എന്ന് പറയുന്നത് തന്നെ മഹാപാപങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള പാപങ്ങൾ നാം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ബ്രാഹ്മണം സ്വകർമ്മങ്ങൾ വെടിയുക, ദുസ്വഭാവങ്ങൾ അനുകരിക്കുക, നിരീശ്വരവാദിയാകുക, പാപകർമ്മങ്ങളിൽ പങ്കാളിയാകുക തുടങ്ങിയ പുരുഷന്മാരെ ഉപപാതകികളായി പറഞ്ഞിരിക്കുന്നു. പശുക്കളെയും ബ്രാഹ്മണ കന്യകകളുടെയും സ്വാമിയുടെയും മിത്രത്തിന്റെയും തപസ്സികളുടെയും മഹാത്മാക്കളുടെയും പ്രവർത്തനങ്ങളെ തകർക്കുന്നവൻ നരകഗാമിയാണെന്ന് പറയപ്പെടുന്നു. ബ്രാഹ്മണരെ ദുഃഖിപ്പിക്കുന്നവനും അവരെ വധിക്കാൻ ആയുധം ഉയർത്തുന്നവനും ബ്രാഹ്മണനായിട്ടും ശൂദ്രനെ സേവിക്കുന്നവനും കാമവിവശനായി മദ്യം സേവിക്കുന്നവനും ക്രൂര സ്വഭാവിയും ഹിംസാപ്രേമിയും ഗോഹത്യയ്ക്ക് തുല്യമായ പാപമുള്ളവനാണ്. ഗോശാലയിലും അഗ്നിയിലും ജലത്തിലും വഴിയിലും വൃക്ഷത്തണലിലും ഉദ്യാനത്തിലും പർവ്വതത്തിന്മേലും ക്ഷേത്ര പരിസരത്തിലും മലമൂത്ര വിസർജനം നടത്തുന്നവനും ഗോഹത്യയ്ക്ക് തുല്യമായ പാപം ചെയ്തവനാണ്. അന്യരുടെ വസ്തുവിന്റെ അതിര് നശിപ്പിക്കുക, വഞ്ചന ഉള്ളിൽ വെച്ചുകൊണ്ട് ഉപദേശം നൽകുക, കളവായും കാപട്യത്തോടെയും കാര്യങ്ങൾ നിർവഹിക്കുക, ഇത്തരക്കാർക്കും ഗോമാതാവിനെ വധിക്കുന്നതിന് തുല്യമായ പാപം ചെയ്തിരിക്കുന്നവരാണ്. ഭാര്യ, പുത്രൻ, പുത്രി, മിത്രം, വൃദ്ധൻ, അശക്തൻ, രോഗി, ഭൃത്യൻ, ബന്ധുജനങ്ങൾ ഇവർ വിശന്നിരിക്കുമ്പോൾ ആഹാരം തനിച്ചു കഴിക്കുന്നവൻ ഗോഹത്യയ്ക്ക് തുല്യമായ പാപം ചെയ്തിരിക്കുന്നവനാണ്. സന്യാസം സ്വീകരിച്ച ശേഷം കുടുംബ ബന്ധം ഉണ്ടാക്കുന്നവനും ശിവപ്രതിമയും മറ്റ് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ തകർക്കുന്നവനും പശുക്കളെ നിർദാക്ഷിണ്യം കൊല്ലുന്നവനും അവയെ ഉപദ്രവിക്കുന്നവനും ഗോഹത്യാ പാപം ഉണ്ടാകുന്നതാണ്. ആരോഗ്യമില്ലാത്ത മൃഗങ്ങളെ പണിയെടുപ്പിക്കുന്നവനും അവയെ കൈവെടിയുന്നവനും അധിക ഭാരം കയറ്റി മൃഗങ്ങളെ പീഡിപ്പിക്കുന്നവനും കഴിവില്ലാത്ത അവസ്ഥയിലും അവയെ കലപ്പയിൽ കെട്ടുന്നവനും ഗോഹത്യയ്ക്ക് തുല്യമായ പാപം അനുഭവിക്കേണ്ടതാണ്. കാളകളുടെ വരി ഉടയ്ക്കുന്നവനും പ്രസവിക്കാത്ത പശുവിനെ കൊണ്ട് നിലം ഒഴിപ്പിക്കുന്നവനും മഹാനരകത്തിന് അവകാശിയാകുന്നു.
ആശയോടെ വിശന്ന് വീട്ടിൽ വരുന്നവനിലും ദാഹം കൊണ്ടും പ്രയത്നം കൊണ്ടും കഷ്ടത അനുഭവിക്കുന്നവനിലും ആഹാരത്തിന് കൊതിക്കുന്ന അതിഥിയിലും അനാഥരിലും ഭൃത്യന്മാർ ഭീതിദായരായവർ, കുട്ടികൾ, വൃദ്ധന്മാർ, അശക്തർ, രോഗികൾ ഇവരിലും കരുണ കാണിക്കാത്തവർ മൂഢരും പാപികളുമാണ്. അവരും നരകസമുദ്രത്തിൽ പതിക്കുന്നവരാണ്. മനുഷ്യർ മരിക്കുമ്പോൾ ദുർമാർഗത്തിലൂടെ സമ്പാദിച്ചു വച്ചതെല്ലാം അവശേഷിക്കുന്നു. മരിച്ചവരുടെ സഹോദരന്മാരും ബന്ധുക്കളും ശ്മശാനം വരെ പോയിട്ട് ദുഃഖം നടിച്ച് മടങ്ങിപ്പോകുന്നു. മരണവക്ത്രത്തിൽ അകപ്പെട്ടവൻ ചെയ്ത പുണ്യപാപങ്ങൾ മാത്രം പരലോകത്തേക്കുള്ള മാർഗത്തിൽ ജീവനെ അനുധാവനം ചെയ്യുന്നു. ഔചിത്യത്തിന്റെ അതിരുവിട്ട് തോന്നിയതുപോലെ കരം ഈടാക്കുന്നവനും അന്യരെ പീഡിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നവനുമായ രാജാവ് അഥവാ ഭരണാധികാരി നരകാഗ്നിയിൽ വേവിക്കപ്പെടുന്നു. അവനവന്റെ ഇഷ്ടപ്രകാരം പ്രജകൾക്ക് വില കുറച്ചു കൊടുത്ത് കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും ചോരന്മാരാലും കൊള്ളക്കാരാലും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന പ്രജകളുടെ രാജാവും നരകാഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്നതാണ്. അന്യ സ്ത്രീകളോടുകൂടി വ്യഭിചാരവും കളവും നടത്തുന്ന ദുഷ്ടരായ പാപികൾക്കുണ്ടാകുന്ന പാപം പരസ്ത്രീകളെ പ്രാപിക്കുന്ന രാജാവിനും ബാധകമാണ്. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നവനും രാജ്യദ്രോഹം നടത്തുന്നവനും ഖജനാവിലെ ധനം മോഷ്ടിക്കുന്നവനും അത് സ്വന്തം താല്പര്യങ്ങൾക്കായി ദൂർത്തടിക്കുന്നവനും മഹാപാപിയാണ്. അവനും നരകാഗ്നിയിൽ വേവിക്കപ്പെടുന്നതാണ്. സജ്ജനങ്ങളെ കള്ളന്മാരായും കള്ളന്മാരെ സജ്ജനങ്ങളായും കരുതുന്നവരും വീണ്ടും വിചാരമില്ലാതെ നിരപരാധികളെ ശിക്ഷിക്കുന്നവനുമായ രാജാവും നരകത്തിൽ വീഴുന്നതാണ്. അന്യന്റെ മുതൽ കടുകോളമെങ്കിലും മോഷ്ടിക്കുന്നവനും നരകത്തിൽ വീഴുന്നതാണ്. അധികാര ഗർവ് കൊണ്ട് നിരപരാധികളെയും സജ്ജനങ്ങളെയും പീഡിപ്പിക്കുകയും അവരുടെ മനസ്സിനെ ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന ഭരണാധികാരിയും നരകത്തിൽ പതിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പാപികൾക്ക് മരണശേഷം നരകയാതന അനുഭവിക്കേണ്ടതായി വരും. അതിനായി സർവാകൃതിയിലുള്ള ശരീരം ലഭിക്കുന്നതാണ്. പാപത്തിന്റെ കാഠിന്യം അനുസരിച്ച് അടുത്ത ജന്മം ഏതായിരിക്കണമെന്ന് നിശ്ചയിക്കപ്പെടുന്നതാണ്. മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തരായി വിശേഷ ബുദ്ധിയും ചിന്താശക്തിയും ഒക്കെയുള്ള മനുഷ്യർ ധർമാലോചന ചെയ്യാതെ പാപകർമ്മങ്ങൾ ചെയ്യുന്നതിനാലാണ് ജീവന് ഒരിക്കലും മോക്ഷം ലഭിക്കാതെ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേരും അധമ ജന്മം വരിക്കാൻ തക്ക പാപകർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ അവരുടെ ജീവന് ഒരിക്കലും മോക്ഷം കൈവരിക്കാൻ കഴിയാതെ വരുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് അനേക തരത്തിലുള്ള പാപങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നരകത്തിൽ പോയി പതിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നവരാണ് വീണ്ടും വീണ്ടും ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് അവരുടേതായിട്ടുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവർക്ക് പിന്നീട് എന്ത് ലഭിക്കുകയില്ല? മോക്ഷം ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ ജീവൻ ഒരിക്കലും മോക്ഷം കൈവരിക്കാൻ കഴിയാതെ വരുന്നു. 10,000 പേരിൽ ഒരാൾ എന്ന കണക്കിലെങ്കിലും മോക്ഷത്തിന് അർഹനായിട്ടുണ്ടോ എന്നത് പരമാത്മാവായ ജഗദീശ്വരന് മാത്രമേ നിശ്ചയം ചെയ്യാനാവൂ. കാരണം ഈ കലിയുഗത്തിൽ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർ ധാരാളം ഉണ്ടെങ്കിലും അവരിൽ യഥാർത്ഥ ഭക്തരുടെ എണ്ണം മുൻപ് പ്രസ്താവിച്ച 10,000-ൽ ഒരാൾ എന്ന രീതിയിൽ പോലും കാണാനുള്ള സാധ്യത വളരെ വിരളമാണ്. മനസ്സ് നിറയെ ഭൗതികമായ ആഗ്രഹങ്ങളുമായി ക്ഷേത്രത്തിൽ ചെന്ന് ആ ശുദ്ധമായ ക്ഷേത്രാന്തരീക്ഷം അശുദ്ധമാക്കുന്നവരാണ് അധികവും. ഭഗവാനുള്ള സീമാതീതമായ പ്രേമം കൊണ്ട് മാത്രമേ ഒരു ഭക്തന്റെ ദർപ്പണം നിർമ്മലവും പവിത്രവും ആകുകയുള്ളൂ. അപ്പൊ മനുഷ്യർക്ക് ഭൗതികമായിട്ടുള്ള പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മനുഷ്യർ ഓരോ ക്ഷേത്രങ്ങളിലും പോയി ക്ഷേത്ര ദർശനം നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ യഥാർത്ഥ ഭക്തരാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അത് ഭക്തി എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഒരുപാട് കപട ഭക്തരുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഭഗവാനെ അത്രയും മനസ്സിൽ കൊണ്ട് ഭക്തി, ഭഗവാനോട് അത്രയും ഭക്തിയുള്ളവരെയാണ് നമുക്ക് ഭക്തരെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ശ്രീ പരമേശ്വരന് അവിടെ സാന്നിധ്യം കൊള്ളാനും ഭക്തന്റെ ജീവനെ മോക്ഷപഥത്തിലേക്ക് ഉയർത്തുവാനും കഴിയൂ. അതിനാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് ഭഗവത് നാമം സദാ ജപിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാപങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ട് ഈ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം ചെയ്തിട്ട് ഭഗവാനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഭഗവാന്റെ ഓം നമഃ ശിവായ മന്ത്രവും ഭഗവാന്റെ നാമങ്ങളൊക്കെ എപ്പോഴും നാം ഭക്തിപൂർവ്വം ജപിക്കേണ്ടതാണ്.
ഓം നമ ശിവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഓം ഉമാമഹേശ്വരായ നമഃ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. അപ്പൊ ഇതാണ് ഭാഗം 49 എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറിയുകയില്ല, നമുക്ക് ആരും പറഞ്ഞു തരാനില്ല അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്ത് അങ്ങനെ തെറ്റ് ചെയ്താൽ ഇന്ന നരകത്തിൽ പോയി നിങ്ങൾ വീഴും, ഇന്ന പോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണയിൽ വറുക്കപ്പെടും, അല്ലെങ്കിൽ ഒരു നൂല് കെട്ടിയിട്ട് നൂൽപ്പാലത്തിൽ കൂടെ നിങ്ങളെ നടത്തും, എന്നിട്ട് ആ നൂല് പൊട്ടി നിങ്ങൾ തിളച്ച എണ്ണയിൽ വീഴും, നിങ്ങളെ കൊണ്ടുവന്ന് ഒരു മരത്തിൽ കെട്ടി കൃമിയൊക്കെ ഭക്ഷിക്കും, ഇങ്ങനത്തെ തെറ്റ് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെയാണ്, ഇങ്ങനെ തെറ്റ് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ആ അന്യൻ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെയും ഓരോ ചെയ്യുന്നതിനുള്ള ശിക്ഷാരീതികൾ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിൽ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ പണ്ട് കാലങ്ങളില് പണ്ട് കാലങ്ങളിൽ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആരും എന്താ ചെയ്യുന്നേ, പരസ്പരം പറഞ്ഞു കൊടുക്കുന്നില്ല. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ഇന്ന തെറ്റ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും, അതുകൊണ്ട് ഈ തെറ്റ് ചെയ്യരുത് മോള്, അല്ലെങ്കിൽ മോനി തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാതായിപ്പോയി അല്ലേ. അതുകൊണ്ടാണ് ഇപ്പൊ പല കുട്ടികളായാലും പല പുതിയ തലമുറയായാലും പല ആൾക്കാരായാലും ശരി തന്നെ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നതല്ലേ. പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ വരെ കൊല്ലാൻ നോക്കും, പണത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവാൻ നോക്കും, അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളെ ഉപദ്രവിക്കാൻ നോക്കും. നമ്മള് അങ്ങോട്ട് നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കാൻ നോക്കും. പല രീതിയിൽ നമ്മളെ ടോർച്ചർ ചെയ്യും. മറ്റുള്ളവരെ സ്വത്ത് അപഹരിക്കാൻ നോക്കും. മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം ദ്രോഹിച്ചിട്ട് അവരവിടെ വലിയ വീടുകളൊക്കെ കെട്ടി ഉയർത്തി കാണിച്ചിട്ട് ഈ പാവപ്പെട്ട സജ്ജനങ്ങളെ ദ്രോഹിച്ച് അവരെ അവിടെ നോട്ടിക്കാൻ നോക്കും. അങ്ങനെ പലതരത്തിലുള്ള ദ്രോഹങ്ങളാണ് മനുഷ്യർ ചെയ്യുന്നില്ലേ. മനുഷ്യരെല്ലാം സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും പണം 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 പണം, ധനം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, പിടിച്ചെടുക്കണം, ലക്ഷക്കണക്കിന് പണം ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള ചിന്ത മാത്രമാണല്ലേ മനുഷ്യരെല്ലാവരുടെയും മനസ്സിലുള്ളത്. അപ്പൊ സജ്ജനങ്ങൾക്ക്, നല്ല മനസ്സുള്ളവർക്ക്, നേർവഴിക്ക് സഞ്ചരിക്കുന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണല്ലേ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും ആർത്തിയാണ്, എല്ലാവർക്കും പണത്തിനോടുള്ള ആർത്തി വരുമ്പോഴാണ് അവർ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുകയാണ്, പാപികളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാപികളായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് വീണ്ടും വീണ്ടും ഭൂമിയിൽ വന്ന് ജന്മം എടുത്തിട്ട് ഈ പാപങ്ങളുടെ എല്ലാം കർമ്മഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇവർ നരകത്തിൽ പോയി പതിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പാപകർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക, നേർവഴിക്ക് നമ്മൾ നയിക്കുക. എല്ലാ ദൈവങ്ങളും, ഏത് ദൈവമായാലും, അത് മറ്റു മതത്തിലുള്ള ദൈവമായാലും നമ്മുടെ ഇതിലുള്ള ദൈവമായാലും എല്ലാം ഒന്നാണ്. അപ്പൊ ഈ ദൈവങ്ങളെല്ലാം, ഈ ഭഗവാനും ഭഗവതി എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക, നേർവഴിക്ക് സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു മോക്ഷപദത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് നന്മ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് സ്വർഗം അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ഉപരിലോകങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ നന്മ ചെയ്തേ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. അപ്പൊ ഇതെല്ലാവരും ഓർത്ത് വയ്ക്കാം. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലെന്ന് നോക്കാട്ടോ. സെൽവിൻ, സുനിൽ ഹരിതം, മിസ്റ്റർ ദാസ്, NR അലുമിനിയം, ലാക് ലവർ, ഗോപകുമാർ, ഷഹ്കൻ, ആദർശ്, അഖിൽ നായർ, രേവതി, എഡിറ്റർ ജയകൃഷ്ണൻ. ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ കുറച്ച് പേരെ വന്നിട്ടുള്ള. എനിക്ക് വിഷമമൊന്നും ഇല്ല, പക്ഷെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശിവഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആരുടെയും പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ആരുടെയും മുമ്പിൽ വലിയ ആളായിട്ട് കാണണമെന്നില്ല, എനിക്ക് എന്താ പറയാ, ശത്രുക്കളും ഇല്ല മിത്രങ്ങളും ഇല്ല, അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരാളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും നമ്മുടെ സ്നേഹം ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ധാരാളം. ഇനി ആരും നമുക്ക് ആ സ്നേഹം ഇല്ല, നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആ പാതയിലേക്ക് നമുക്ക് പോവാൻ കഴിയുന്നുള്ളതാണ്.
അപ്പോൾ ഇനിയും വെജിറ്റേറിയൻ ഒന്നും ആവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക. എത്രത്തോളം പേര് വെജിറ്റേറിയൻ ആവാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അത്രത്തോളം നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. എന്നിട്ട് മറ്റുള്ളവരെയും കൂടി ഇതിൽ വരുന്നവരെന്ന് വെച്ചാൽ ഇനിയും മാറിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവരെയും കൂടി നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക. വെറുതെ എന്താ പറയുക, നമ്മൾ ശിവഭക്തരാണ് അല്ലെങ്കിൽ ദേവി ഭക്തരാണ് അല്ലെങ്കിൽ കൃഷ്ണ ഭക്തരാണ് നാരായണ ഭക്തരാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നടന്നിട്ട് യാതൊരു കാര്യമില്ല. സ്വയം ആദ്യം മാറുക, എന്നിട്ട് മറ്റുള്ളവരെയും മറ്റുള്ളവരെയും സത്യവഴിയിലേക്ക് അല്ലെങ്കിൽ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അപ്പം അതെല്ലാവരും ചെയ്യുക. നിങ്ങളെ കൊണ്ട് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമോ അത്രയും പേരെ നിങ്ങളെ രക്ഷിക്കാൻ നോക്കുക. എത്ര പേർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് നിങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ നേർവഴിക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ഭഗവാന് ഇട്ട് കൊടുക്കുക. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ.